ഇനി മോഹൻലാലിന് സൈനിക വേഷം അണിയാൻ കഴിയില്ലേ? മോഹൻലാൽ സ്ഥിരമായി താടി വയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിനിടയിലും ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ താടിയുമായി സൈനിക യൂണിഫോം ധരിച്ചിരുന്നു. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാലിനെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കമൻഡേഷൻ കാർഡ് നൽകി ആദരിച്ചിരുന്നു. ഈ ചടങ്ങിൽ മോഹൻലാൽ താടി വടിക്കാതെ യൂണിഫോമിൽ ക്യാപ്പ് അണിഞ്ഞാണ് എത്തിയത്. സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ താടി വടിച്ചിരിക്കണമെന്നാണ് ചട്ടം. ഇത് വിവാദമായി. അതുകൊണ്ടാണ് താടിയെടുക്കാതെ ഇനി മോഹൻലാലിന് സൈനിക യൂണിഫോം അണിയാൻ കഴിയില്ലേ എന്ന ചർച്ച സജീവമാകുന്നത്. എന്തുകൊണ്ടാണ് താടി വടിക്കാത്തത്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോഹൻലാലിന് നേരെ നീളുന്ന ഏറ്റവും വലിയ ചോദ്യമായിരുന്നു ഇത്. തുടർച്ചയായി വന്ന സിനിമകളിലെല്ലാം താടി വെച്ച കഥാപാത്രങ്ങളാണ് മോഹൻലാൽ ചെയ്തത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രത്തിൽ സ്വന്തം താടിയെ ട്രോളിക്കൊണ്ട് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗും വൈറലായിരുന്നു. എന്നാൽ അടുത്തിടെ ഡ്രിം ചെയ്ത് ഒതുക്കിയ താടിയുമായി മോഹൻലാൽ പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടു. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇതിനിടയിലാണ് പുതിയ വിവാദം ഉയരുന്നത്. യൂണിഫോം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സേനാ ആസ്ഥാനത്തു നിന്ന് കൃത്യമായ ഉപദേശം നൽകണമെന്ന് ചിത്രം പങ്കിട്ട് നാവികസേന മുൻ മേധാവി അഡ്മിറൽ അരുൺ പ്രകാശ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സമാന വിമർശനം പല മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉയർത്തി. സിഖ് വിഭാഗക്കാർക്ക് മാത്രമാണ് താടിയുടെ കാര്യത്തിൽ ഇളവുള്ളത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ താടിയെടുത്തു വേണം സൈനിക യൂണിഫോം ധരിക്കാൻ. ഒടിയൻ എന്ന സിനിമയ്ക്കായി ചില ചികിത്സകൾ ലാൽ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി മുഖത്തിന് മാറ്റം വന്നുവെന്ന സൂചനകളുണ്ട്. ഇത് മറയ്ക്കാനാണ് മോഹൻലാൽ താടി വച്ചിരിക്കുന്നതെന്നാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്ന വാദം. താടിയെടുക്കാത്ത മോഹൻലാൽ പലപ്പോഴും ചർച്ചകളിലും നിറഞ്ഞു. ഇതെല്ലാം നിറപുഞ്ചിരിയോടെ തള്ളുകയായിരുന്നു ലാൽ. ഇതിനിടയിലാണ് സൈനിക യൂണിഫോമിൽ താടി പറ്റില്ലെന്ന വാദം ചർച്ചയാകുന്നത്. ഡൽഹി സൗത്ത് ബ്ലോക്കിൽ കരസേനാ ആസ്ഥാനത്താണ് സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നടൻ മോഹൻലാലിനെ ആദരിച്ചത്. സൈനിക വേഷത്തിലെത്തിയ മോഹൻലാലിനൊപ്പം സംവിധായകൻ മേജർ രവിയും ഒപ്പമുണ്ടായിരുന്നു. ചെറുപ്പക്കാരെ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമെന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ നേടിയതടക്കം സേനയുടെ അംഗീകാരത്തിന് കാരണമായെന്ന് മോഹൻലാൽ പറഞ്ഞു. എന്തായാലും മോഹൻലാൽ ഇത്തരത്തിൽ താടി വടിക്കാത്തത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു യൂണിഫോം ധരിക്കുമ്പോൾ തന്നെ താടി വെക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമുള്ളതാണ്. എന്തായാലും ഇത് സിഖ് വിഭാഗക്കാർക്ക് മാത്രമുള്ളതാണ് ഈ ഒരു നിർദ്ദേശം. സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ താടി വടിച്ചിരിക്കണമെന്ന ചട്ടം തന്നെയാണ്. ഇത് പാലിക്കാതെയാണ് മോഹൻലാൽ എത്തിയത്. ഇത് വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണ്.